വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ പയ്യാമ്പലവും ചാലിക്കാവിലെല്ലാം പോയിട്ട് വന്ന്. അപ്പം രാത്രി 2 മണിയെല്ലാം അതിന് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അങ്ങനെ ഉറങ്ങി എണീച്ച്. അപ്പം ഇന്നൊരു അൺബോക്സിങ് കൂടി ചെയ്യാമെന്ന് വെച്ച്. കുട്ടികളുള്ളല്ലേ. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മുമ്പേ ഞാനൊരു ഓൺലൈനിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വാങ്ങിയത്, ഒരു ഹെലികോപ്റ്റർ പോലെ കണ്ടിട്ട്. ഇതുവരെ പൊളിച്ചിട്ടില്ല. സംഭവം എപ്പോൾ ഡേറ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. വാങ്ങിയിട്ട് തന്നെ ഇപ്പോൾ കുറേ ആയി. എൻ്റെ മുകളിൽ ഡേറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇത് പറക്കോ ഓണാവോ ഒന്നും അറിയില്ല. ഇതുവരെ പൊളിച്ചിട്ടില്ല. ഏകദേശം 1 കൊല്ലത്തിന് മുകളിലായി ഞാൻ വാങ്ങി വെച്ചിട്ട് തന്നെ. അരികം കൊടുക്കാൻ വെച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ അതങ്ങ് മറന്നുപോയി. അതാ സംഭവം. അപ്പം ഞാൻ ഡേറ്റ് നോക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഡേറ്റ് കാണുന്നില്ല. ഇല്ല, ഡേറ്റ് ഒന്നും കാണുന്നില്ല. എപ്പോൾ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇനി പൊളിച്ച് നോക്കട്ടെ എന്താ സംഭവം. അപ്പം ഇതാണ് സംഭവം. ചെറിയൊരു പൈസേൻ്റെ സാധനമാണ്. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങി, അത്രയേ ഉള്ളൂ. അപ്പം കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ വെച്ച് ചെയ്താൽ ഇന്ന് ഇത് പൊളിച്ച് നോക്കാം. ഇവിടെ ഏച്ചിൻ്റെ കുട്ടികളുണ്ട്. വീടിൻ്റെ ഡേറ്റ് ഇതാ ഡേറ്റ് 28/12/2022. 3 കൊല്ലാവാനായി വാങ്ങിയിട്ട്. ഡോറെല്ലാം തുറക്കാൻ പറ്റൂ. നീ ഉഷാറിലുണ്ട്. ആട്ടാ വന്നിട്ടാ വനമാല പല്ലേച്ചാടാ. നീ ഇപ്പുറം വാ. ഈടെ ഇരിക്കേ. ഇതെന്നാ സംഭവം? റിമോട്ടിന്റെ ഹെലികോപ്റ്ററാ? എനിക്ക് ഉപയോഗിക്കാൻ അറിയാ? അല്ല, നമുക്ക് നോക്കാം. കാണിച്ചു കൊടുക്ക. ആക്ക് കാണിച്ചു കൊടുക്ക്. ഇത് ഹെലികോപ്റ്റർ കാണിച്ചു കൊടുക്ക്. ഇതാ ഹെലികോപ്റ്റർ അല്ലേ? നോക്കട്ട്. അല്ല നോക്കട്ട്. അപ്പൊ ഇതാണ് സംഭവം. ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം പറക്കുമെന്ന് പഠിച്ചവനറിയാം. അല്ല, നോക്കാം നമുക്ക് നോക്കാം. എടാ, ഇനി ചാർജ് കയറ്റാൻ സാധനം കാണുന്നില്ല. അതല്ല, ഇനി കുത്തണ്ടേ? കുത്തണ്ട സാധനം എടുത്തു. വയറല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ഇത്തു എഞ്ചിനീയർ ആണേ നമ്മൾ ഇന്നത്തെ ഇത് സെറ്റാക്കുന്നത്. തിരിച്ചിട്ടടാ. തിരിച്ചിട്ട് ഇപ്പുറത്തോ അപ്പുറം. ഓക്കെ. അല്ല, എടാ ഈ സ്വിച്ച് ഒന്നും അമർത്തിയിട്ട് ആവുന്നില്ലല്ലോ. ഇത് എങ്ങനെ ആവുക? അപ്പുറം തിരിച്ചിട്ട് എനിക്കറിയാ. ഇങ്ങനെ ഇത് ഇടാം. ഓക്കെ. ഇനി ഇതേടിയ കുത്തുവാന്ന് പറ. അതേടിയ ചാർജ് ചെയ്യുവാ. ചാർജ് എവിടെയാ ചെയ്യണ്ട? അതിന്റെ സ്പോട്ട് എടുത്തോ. അത് തുറക്കാൻ പറ്റൂലല്ലോ. അത് അതിന്റെ സ്വിച്ച് അല്ലേ? ഇതിന്റെ അകത്ത് ഇതുണ്ടാ? കള്ളാസ് ഉണ്ടാ? കള്ളാസും ഇല്ലല്ലോ. അവിടെ ഈനാ ചാർജ് ചെയ്യണ്ടേ? ഇതാ ചാർജ് പോയിന്റ്. നീ എന്ത് എഞ്ചിനീയറാ? ഈടിതാടാ. പൊട്ടിപ്പോല അത്രേ ഉള്ളൂ. അപ്പോ ഈ ഹെലികോപ്റ്ററിന്റെ താഴെയൊരു ചാർജിങ് പോയിന്റ് എല്ലാം കാണുന്നുണ്ട്. അതിനുള്ള കേബിളാണ് ഇത്.
അപ്പം നമുക്കിതൊന്ന് ചാർജിനിട്ട് നോക്കാം. വേറെൻ്റെ അകത്ത് ബ്രൗസറും കാര്യമൊന്നും കാണുന്നില്ല. സംഭവം ഇത് ചെറിയ നിസാര വിലേൻ്റെ സംഭവമാണ്. അത്രേ ഉള്ളൂ. നമുക്കിത് ചാർജിനെല്ലാം വെച്ചിട്ട് നീ കഴിക്കട, നീ എഞ്ചിനീയർ അല്ലേ. അപ്പം ദൈവവും കൂടി വന്നിട്ടുണ്ടേ. അപ്പം നമ്മൾ വയറെല്ലാം കുത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചാർജിന് വെച്ച് നോക്കാം കുറച്ച് സമയം. എന്നിട്ട് സംഭവം എങ്ങനെയാണെന്ന് നോക്കാം. വേറെ ഇതിൻ്റെ അകത്ത് ബ്രൗസറും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതുവരെ ഇത് പൊളിച്ചും നോക്കിയിട്ടില്ല. വാങ്ങിയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. ഇതിപ്പോൾ സംഭവം ഓണായിട്ടെല്ലാം കാണുന്നുണ്ട്. റിമോട്ടിൻ്റെയും ലൈറ്റെല്ലാം കത്തുന്നുണ്ട്. പക്ഷേ സംഭവം പറക്കുന്നില്ല. ആദ്യം ഈ ചെറുകെല്ലാം തിരിഞ്ഞേനും ഇപ്പം ചെറുകും തിരിയുന്ന കാണുന്നില്ല. പേരുന്നാ ദേവ്യാനിയാ? ദേവ്യാനാ? ദേവ്യാനിയല്ല അല്ലേ? അപ്പൊ ഇവിടെ എല്ലാരും ഷട്ടിൽ കളിക്കല്ല എന്നാ പരിപാടി. മറ്റയാള് മുകളിൽ പോകുന്നുണ്ടിന്. ഈ സംഭവം ഓണായേ, പക്ഷെ പറക്കുന്നില്ല. ഒച്ചെല്ലാം വന്നുണ്ട്, ലൈറ്റും കത്തുന്നുണ്ട്. ഇത് ആദ്യം കറങ്ങീനി. പക്ഷെ നമ്മളെ ഹെലികോപ്റ്റർ പറക്കുന്നില്ല ഗൈസ്, പറക്കുന്നില്ല. ലൈറ്റെല്ലാം കത്തുന്നുണ്ട്, ഒച്ചയും വരുന്നുണ്ട്. ഇത്തോ എടാ, ഇത് പറക്കുന്നില്ലടാ. ഉന്ത് വാതില് തുറന്നാലേ വരൂ. ഇതാ ഇത് ഒച്ചയെല്ലാം ആവുന്നുണ്ട്. ഇതാ ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ അടിയിൽ താഴെ ഒരു സ്വിച്ച്. ഇത് ഓണാക്കിയാല് അതല്ല, ഇതാ ഇടാ, ഇത് ഓണാക്കി ഇപ്പൊ ലൈറ്റ് കത്തുന്നുണ്ടാ. പക്ഷെ ഫാന് തിരിയുന്നില്ലടാ. നിലത്ത് വെക്ക്. ഇത് കറങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഇതൊന്നും കറങ്ങാത്ത. ഓ, ഇത് കറങ്ങുന്നില്ല അല്ലേ? ഇത് കറങ്ങണം അല്ലേ ഇതിന്റെ അകത്തുള്ളത്? അത് പാപ്പൻ അറിയില്ലല്ലോ. അല്ല ഇല്ല, ഒച്ച വരുന്നുണ്ട്. ഇത് നമ്മള് കൈമ പിടിച്ചിട്ട് ഇങ്ങനെ വളർത്തിക്കണം. പൊട്ടിപ്പോ കേട്ടിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞ. ഇതില്ലേ നമ്മളില്ലേ, ഇത് നമ്മളില്ലേ മേടിച്ചാലില്ലേ, അതിന്റെ കൊറേ ദിവസം പൊട്ടിക്കാൻ പാടില്ല. വരുമ്പേ പൊട്ടിക്കണം. മേടിച്ച പാട് പൊട്ടിക്കണോ? പാപ്പൻ ഇപ്പൊ കൊറേ ആയി മേടിച്ചിട്ട്, അതുകൊണ്ടാ ഇത് ഇപ്പം വർക്കാവാത്ത. പാപ്പനിപ്പം കുറച്ച് മണ്ണെല്ലാം ഉണ്ട്, അതുകൊണ്ടാ വർക്കാവാത്ത. പാപ്പന് ഇപ്പം മേടിച്ചിട്ട് എന്റെ 3 കൊല്ലം എന്റെ മൂലക്ക് വെച്ചിട്ട് തോന്നുന്നു. പാപ്പൻ മറന്നുപോയി മേടിച്ചിട്ട്. ഇനി വർക്കാവൂല. അപ്പൊ ഇത്ത് പറഞ്ഞത് ഞാനിത് വാങ്ങിയിട്ട് കൊറേ നാളായതുകൊണ്ട് ഇതിന് വർക്കാവൂല. അപ്പൊ നമ്മൾ ഹെലികോപ്റ്റർ വർക്കാവും തോന്നുന്നില്ല. അപ്പൊ പിള്ളേർക്ക് കളിക്കാൻ കൊടുത്ത് നോക്കുമ്പം സൗണ്ട് വരുന്നുണ്ട് എന്നല്ലാണ്ട് പറക്കുന്നില്ല. അപ്പൊ ഇനി അടുത്ത സാധനം കൊടുക്കാന്ന് വിചാരിച്ച്. ഇതും നമ്മൾ കുറേ മുമ്പേ ഒരിക്കൽ മൂകാംബിക പോയിട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ അത് നമ്മൾ വീഡിയോ ചെയ്യുന്നു യൂട്യൂബിൽ. അന്നേരം കണ്ടിട്ട് വാങ്ങിയൊരു ട്രാക്ടറാണ്, കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റുന്നത്. നല്ല അടിപൊളി വെയിറ്റുള്ള ട്രാക്ടറാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം.
അപ്പോൾ ഇതാണ് ആ ട്രാക്ടറെ. ബാക്കിലൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് സംഭവമെല്ലാം ഉണ്ട്. ഇങ്ങനെ കൊളുത്തി വെക്കലാണ്. നമ്മളിത് നേരെ റോഡ് സൈഡിൽ വിൽക്കുന്ന കണ്ടിട്ട്, ഇന്ത്യക്കാർ വിൽക്കുന്ന കണ്ടിട്ട് വാങ്ങിയെന്നല്ലാണ്ട് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുപോയി അത്ര തന്നെ. അപ്പോൾ ഇത് കളിക്കാൻ കൊടുക്കാം ഇനി. എടാ ഇതാടാ ഇത് പാപ്പി ഓട്ടിക്കുന്നേ. ഒരാൾ സ്കിപ്പിങ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നും പഠിക്കൂല. അപ്പോൾ 2 ഭാഗം പിടിച്ചിട്ടുള്ള സ്കിപ്പിംഗ് ഉള്ളല്ല. ഒരാളാടുന്ന ട്രാക്ടർ കൊണ്ട് കളിക്കുന്നുണ്ട്, ഇവിടുന്ന് ഒരാൾ സ്കിപ്പിംഗ് ഇതാക്കുന്നുണ്ട്. ഒരാളിവിടെ ഹെലികോപ്റ്റർ പണിയെടുത്ത് മടുത്തിട്ടുണ്ട്, കിടക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അടിപൊളിയാക്കലാമേ. ഹൈജമ്പാ ഇത്തുവിന്റെ ഹൈജമ്പ്. ഇപ്പൊ ശ്രീചന്തല് ഞായറാഴ്ച ഉണ്ട്. അപ്പം ചേച്ചിയും ബൈജുവാട്ടനും കുട്ടികളും എല്ലായിട്ടുള്ള കളിയും ചിരിയും വീഡിയോസ് എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മളെ ഹെലികോപ്റ്റർ വർക്കായിട്ടില്ല, കുറച്ച് സമയം ഒന്ന് ചെറുക്കൽ ഇതാക്കിനി. ചിലപ്പം ചാർജ് കുറേ സമയം ചെയ്യാത്തതുകൊണ്ടാണെന്ന് എന്താണെന്നറിയില്ല. പക്ഷേ ഇത്തു എന്നോട് പറഞ്ഞത് പാപ്പൻ അത് വാങ്ങിയ പാടെ തന്നെ ഓപ്പൺ ആക്കാതിനോണ്ടാന്ന്, കുറേ നാൾ വെച്ചുകൊണ്ടാന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഞാനിപ്പോൾ ആദ്യം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നോക്കാം, സംഭവം അറിയില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.